69 ചേലക്കരയിലെ തപാൽ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിലെ LDF ലീഡ് BJP-യുടെ ലീഡ് 33-ൽ നിന്ന് 36-ലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ചേലക്കരയിൽ LDF, പാലക്കാട്ട് BJP, അതുപോലെ വയനാട്ടിൽ UDF എന്ന നിലയിലാണ് ഇപ്പോഴത്തെ തപാൽ വോട്ടിന്റെ. ചേലക്കരയിൽ 1418 തപാൽ വോട്ടുകളുടെ എണ്ണം. 1418 വോട്ടുകൾ തപാൽ വോട്ടുകൾ എണ്ണാനുള്ളത്. 957 കുറവാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളിലും കുറവ് പാലക്കാടാണ്. ലോക്സഭാ മണ്ഡലമാണ്. 11,000-ഓളം തപാൽ വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 759 വരെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തത് 203 വയനാട്ടിൽ പ്രിയങ്കയുടെ ലീഡ് 203. 11,000 തപാൽ വോട്ടുകൾ ഉള്ളതിൽ 203 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൃഷ്ണകുമാർ 36-ൽ നിൽക്കുന്നു. അപ്പുറത്ത് ചേലക്കരയിൽ 76 പ്രദീപ് ലീഡ് ചെയ്യുന്നു. ഘട്ടം ഘട്ടമായി ലീഡ് ഉയർത്തുകയാണ്. 76-ലേക്ക് എത്തിയിരിക്കുകയാണ് ചേലക്കരയിൽ പ്രദീപിന്റെ ലീഡ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട, എനിക്ക് തോന്നുന്നു സാലി ഉദാഹരണമായിട്ട് എടുത്തത് 2021 ആണോ 2024 ആണോ ഏതാണ് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ തപാൽ വോട്ടുകളുടെ മുൻകാല ഒരു ട്രെൻഡും ഇതും കൂടി വെച്ച് അപ്പോൾ അത് ആ ട്രെൻഡ് കീപ്പ് ചെയ്യുന്നു എന്ന നിലയിലാണ്. അതായത് തപാൽ വോട്ടുകളുടെ കാര്യത്തിലാണ്. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് വോട്ടിടുന്ന റൗണ്ടുകൾ കഴിയുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തതയോടെ ഇതൊരു ട്രെൻഡാണോ എന്ന നിലയിലേക്കൊക്കെ കൃത്യമായി പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ചേലക്കരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചേലക്കര ആദ്യം വരവൂർ പഞ്ചായത്താണ് എണ്ണുന്നത്. വരവൂർ LDF-ന് ലീഡ് ഉള്ള സ്ഥലമാണ്. തൊട്ടു പിന്നാലെ വരുന്ന ദേശമംഗലം LDF-ന് ലീഡ് തരുന്നതാണ്. വള്ളത്തോൾ LDF-ന് ലീഡുള്ളതാണ്. പാഞ്ഞാൾ LDF-ന് ലീഡുള്ളതാണ്. ചേലക്കര വരുമ്പോഴാണ്, ചേലക്കര പഞ്ചായത്താണ് UDF-ന് ലീഡ് പ്രതീക്ഷിക്കുന്നതും നേരിയ ലീഡ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യയ്ക്ക് ലഭിച്ചതും അവിടെയാണ്. പക്ഷേ കൊണ്ടാഴിയിലേക്ക് വരുമ്പോൾ വീണ്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചേലക്കരയും LDF-നൊപ്പം തന്നെയായിരുന്നു. പിന്നീട് മുള്ളൂർക്കരയും പഴയന്നൂരുമാണ് 24-ൽ രമ്യ മത്സരിച്ച് പരാജയപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിയ വളരെ ചെറിയ തുച്ഛമായ ലീഡ് കിട്ടിയ 2 അങ്ങനെ 3 പഞ്ചായത്തുകൾ. അപ്പോൾ ഈ 3 പഞ്ചായത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു UDF എന്നത് തിരുവല്ലോമലയും ശ്രദ്ധിക്കണം. അവിടെ ഒരേപോലെ UDF-നും BJP-ക്കും ഒരേപോലെ സ്വാധീനം. ഗ്രാമപഞ്ചായത്ത് ഭരണമൊക്കെ ഏറ്റവും. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയ വിവരങ്ങൾ 103 ചേലക്കരയിൽ പറഞ്ഞു തീർന്നില്ല. ചേലക്കരയെ കുറിച്ച് ഞാനത് കൂട്ടുകയാണെ 110ലേക്ക് ചേലക്കരയിൽ ലീഡ് ഉയർത്തുന്നു പ്രദീപ്. 2415 മോനെ മനു. പ്രിയങ്ക ഗാന്ധി 2415 വോട്ടിലേക്ക് ലീഡ് ഉയർത്തുന്നു. ഡിജിറ്റൽ തന്നെ നിൽക്കുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. പാലക്കാട് മെല്ലെയാണ് എണ്ണുന്നത്. അത് നേരത്തെ സരിന് പറയുന്നുണ്ടായിരുന്നു. അത് മെല്ലെ മതി, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് മെല്ലെ എണ്ണിയാലും ഓടി പിടിക്കാൻ കൂടെത്തും എന്നുള്ള ചിന്തയാണ് പാലക്കാടിന്. അപ്പോൾ ഏതായാലും 110